ഞങ്ങൾ വായ്പ ഞങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിനായി ഉപയോഗിക്കും. ഞങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിനായി ഉപയോഗിക്കും. ഞങ്ങൾ വായ്പയുടെ ഗഡുക്കൾ കൃത്യസമയത്തിന് അടയ്ക്കും. ഞങ്ങൾ കഴിയുന്നത്ര സമ്പാദിക്കും. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകും. ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ എല്ലാ സുഖദുഃഖങ്ങളിലും ഞങ്ങൾ കൂടെ നിൽക്കും. ഞങ്ങൾ കമ്പനിയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നതെന്തിനും പറയുന്നതെന്തിനും ദൈവം സാക്ഷിയായിരിക്കും. ഇരിക്കൂ. നിങ്ങളോടെല്ലാം ഈ കാര്യം പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ നമ്മളുടെ കമ്പനിയുടെ സോണൽ മാനേജർ പ്രീതി മാഡം വന്നിട്ടുണ്ട്. ഞാൻ ലക്ഷ്മിജിയോട് അഭ്യർത്ഥിക്കുന്നു, ഈ പൂച്ചെണ്ട് നൽകി പ്രീതി മാഡത്തെ സ്വാഗതം ചെയ്യൂ. ഇനി ഞാൻ പ്രീതി മാഡത്തിനോട് അഭ്യർത്ഥിക്കുന്നു, അവരുടെ വിലയേറിയ ചിന്താഗതികൾ നിങ്ങളുമായി പങ്കിടാൻ. നന്ദി സുരേഷ് ജി. ആദ്യമായി തന്നെ ഞാൻ നിങ്ങളേവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാം എപ്രകാരമാണോ നിങ്ങളുടെ വ്യവസായത്തെ വളർത്തിയത്, കൂടാതെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കായി ശ്രമിച്ചത്, ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി. ഇപ്രകാരം നിങ്ങൾ കമ്പനിയിൽ നിന്നെടുത്ത വായ്പയും വളരെ സത്യസന്ധമായി തന്നെ അടയ്ക്കുന്നുമുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തോന്നുന്നത് മൈക്രോ ക്രെഡിറ്റ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടുവെന്ന് സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ലക്ഷ്മി ചേച്ചി? ഉപകാരപ്രദം തന്നെയല്ലേ? വളരെ പ്രയോജനകരമാണ്. ആദ്യമൊക്കെ കാര്യങ്ങൾക്ക് പൈസ ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഷ്ടപ്പെടുകയായിരുന്നു. പിന്നല്ലതെന്താ, നോക്ക്, ബാങ്ക് എളുപ്പത്തിൽ ലോൺ തരുന്നതേയില്ല. പിന്നെ പലിശക്കാരുടെ കയ്യിലെ പൈസയ്ക്ക് ഭയങ്കര പലിശയും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കഷ്ടപ്പെടുകയായിരുന്നു ഞങ്ങൾ. പക്ഷെ നിങ്ങളുടെ ഫൈനാൻസ് കമ്പനി വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വായ്പ തന്നു. എന്ത് പറയുന്നു കൂട്ടരെ, നിങ്ങളും എന്തെങ്കിലും പറയുന്നത്? അതെ മാഡം, ലക്ഷ്മി വാസ്തവമാണ് പറഞ്ഞത്. ഇത് കേട്ടിട്ട് വളരെ സന്തോഷമുണ്ട്. കാരണം ചിലയിടങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതിലൂടെ ഈ പദ്ധതിയുടെ ദുരുപയോഗവും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കമ്പനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ സ്ത്രീകൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്. മാഡം, താങ്കൾ രാംനഗറിലെ അംബെ ഗ്രാമത്തിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നതല്ലേ? ശരിയാണ്, പറഞ്ഞത് ശരിയാ. അവിടെ എന്താണ് സംഭവിച്ചത് മാഡം? അംബെ ഗ്രാമത്തിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. സാധാരണക്കാർ. മാധവൻ, അയാളുടെ ഭാര്യ സുശീല, ചിമ്മുവും അമ്മുവും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം. ഒരു ദിവസം മാധവ, ഇവിടെ ആരുമില്ലേ? ഇതാരാണ്? ഒന്ന് നോക്കിയേ. ഇതാരാ? നാനാബായോ? ഞാനായി വന്നിരിക്കുന്നു. വരൂ വരൂ വരൂ, ഇവിടെ ഇരിക്കൂ. എന്ത് ചൂടാണ് നിങ്ങളുടെ ഗ്രാമത്തില്. ഞാൻ ആകെ വിഷമിച്ചു പോയി. അതെ അതെ. ഇതാ വെള്ളം കുടിക്കൂ. ഈശ്വര, എന്തൊരു സുഖം. എന്തൊക്കെയാണ് സുശീല ചേച്ചി, സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ്. അല്ല, കുട്ടികൾ എവിടെ? കാണാനില്ലല്ലോ. അവരിവിടെ അടുത്തുള്ള ഗ്രാമത്തിൽ പിക്നിക്കിന് പോയിരിക്കുകയാണ്. അത് ശരി, കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അയ്യോ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്, നമ്മുടെ കുട്ടികളല്ലേ. പിന്നെ ചേച്ചി, മാധവൻ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ മാധവ? ശരിക്കും സുഖം തന്നെയാണ്. എന്താ നാനാജി ഇങ്ങനെ? പക്ഷേ പെട്ടെന്നെന്താ വരാൻ തോന്നിയത്? നിന്റെ ഗ്രാമത്തിലൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പൊ തോന്നി നിന്നെയും കൂടി ഒന്ന് കണ്ടിട്ട് പോവാന്ന്. അത് നന്നായി. പക്ഷേ എന്താ കാര്യം പറയൂ. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത് ബിസിനസ്? തുണിയുടെ ബിസിനസ്. അതിനല്ലേ ഈ ഗ്രാമത്തിൽ വന്നത്. നന്നായി. തുണിയുടെ ബിസിനസ് ഗംഭീരായി. നിങ്ങൾ വലിയൊരു കാര്യമാണല്ലോ ചെയ്യാൻ പോകുന്നത്. എടോ, ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മടുത്തു. അപ്പൊ വിചാരിച്ചു
ഇനി പുതിയ ബിസിനസ് തുടങ്ങാന്ന്. ഇതാ ചായ കുടിക്കൂ. പക്ഷെ സാറേ, ഈ ബിസിനസ് ചെയ്യാൻ കുറെ പൈസ വേണ്ടി വരില്ലേ? പിന്നെ എന്റെ ചേച്ചി, വലിയ കാര്യം ചെയ്യാൻ ധാരാളം പൈസയും വേണല്ലോ. എന്താ മാധവ? അത് പിന്നെ ശരിയല്ലേ. ആ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് വന്നത്. എന്റെ അടുത്തോ? ഉം, എന്തിനാ പാവങ്ങളെ കളിയാക്കുന്നേ? ഞാനെങ്ങനെ നിങ്ങളെ സഹായിക്കും? നീയല്ല, സുശീല ചേച്ചി. ഞാനോ? ആ, ഞാൻ ഇവിടുത്തെ തുണിയും പാത്രങ്ങളും ഒക്കെ കഴുകുന്ന ആളാണ്. എനിക്ക് എന്തറിയാം ഈ ബിസിനസിനെ കുറിച്ച്? അല്ല, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറഞ്ഞോ? എനിക്ക് പൈസ കൊണ്ടുള്ള സഹായം മതി, അതും കുറച്ച് ദിവസത്തേക്ക് മാത്രം. പൈസയുടെ സഹായമോ? ആ, എത്രയാ വേണ്ടത്? 1,00,000 രൂപയേ വേണ്ടു. 1,00,000? അതെ നാനാജി, 1,00,000 രൂപ പോയിട്ട് 1,00,000 പൈസ പോലുമില്ല വീട്ടിൽ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താണ് ചെലവ് നടത്തുന്നത്. അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. അതിൽ എനിക്കും പൈസ കിട്ടും, നിങ്ങൾക്കും ഗുണമുണ്ടാവും. എന്ത് ഐഡിയ ആണ്? നിങ്ങൾക്കറിയില്ലേ ഫൈനാൻസ് കമ്പനികൾ മുഖേന ഇപ്പോൾ വായ്പ ലഭിക്കുന്ന കാര്യം? ആ, ഹാ, അറിയാം. ഞങ്ങളുടെ അടുത്ത് 4-5 ഫൈനാൻസ് കമ്പനികൾ വന്നു പോയി കൊണ്ടുമിരിക്കുന്നുണ്ട്. പോരെ, നിങ്ങളും 4-5 സ്ത്രീകളുടെ സംഘം ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും പൈസ ലഭിക്കും. പക്ഷേ ഞങ്ങൾക്ക് വായ്പ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതിന് നിങ്ങളോട് ആര് പറഞ്ഞു പൈസ വാങ്ങാൻ? നിങ്ങൾ സംഘം ഉണ്ടാക്കി വായ്പ സ്വന്തമാക്കണം. പൈസ കയ്യിൽ വന്നാൽ അതെനിക്ക് തന്നുള്ളൂ. അപ്പൊ ഗഡുക്കൾ ആരടയ്ക്കും? അല്ല, എന്താ ഈ പറയുന്നേ? ഞാൻ അടക്കും സുഹൃത്തെ. അതിനർത്ഥം പേര് ഞങ്ങളുടെ, വായ്പ മുഴുവനും നിങ്ങൾക്കും, അതടയ്ക്കുന്നതും നിങ്ങൾ തന്നെ, അങ്ങനെയല്ലേ? തികച്ചും ശരിയാണ് ചേച്ചി പറഞ്ഞത്. കണ്ടോ മാധവ, നിന്നെക്കാളും നന്നായിട്ട് ചേച്ചിയുടെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി, ഉം, ഈ സഹായത്തിന് പകരമായി ഞാൻ നിങ്ങൾക്ക് 2,000 രൂപയും തരും. 2,000 രൂപയോ? എന്താ, കുറഞ്ഞു പോയോ? ശരി, പോട്ടെ, 3,000 രൂപ തരാം. പിന്നെ കൂട്ടത്തിൽ ചേച്ചി ബാക്കി സ്ത്രീകൾക്ക് 1,000 രൂപ കൊടുക്കാം. പിന്നെ സുഖമായിട്ട് മുന്നോട്ട് പോവാലോ. ഉം, പക്ഷെ നാനാ, ഞങ്ങൾ ഇതിലെങ്ങാനും പെട്ടുപോകുമോ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? ഇതിൽ എന്തെങ്കിലും ചതിയുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വർണം പോലുള്ള ചേച്ചി ഇതിൽ കൊണ്ടുവരുവോ? അത് കൊള്ളാം, നിങ്ങൾക്ക് എന്നെ ഇത്രയ്ക്കും വിശ്വാസമില്ല. അതല്ല, ഞങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണ ആ, വിശ്വാസമുണ്ട്. പിന്നെന്താ? പക്ഷേ ആലോചിക്കാൻ കുറച്ച് സമയം തരുമെന്ന്. എനിക്കും മറ്റു സ്ത്രീകളോട് ആലോചിക്കണം. അവരോട് ആലോചിക്കാതെ ഞാൻ നിങ്ങളോട് എങ്ങനെ ഹാ എന്ന് പറയും? എന്റെ ചേച്ചി, നിങ്ങളല്ലേ പറഞ്ഞത് ആകാശത്ത് നിന്ന് ദേവത ഇറങ്ങി വരുമെന്ന്? പിന്നെയല്ലേ ഈ പെണ്ണുങ്ങളുടെ കാര്യം? പിന്നെ ഇവിടുത്തെ ഈ എല്ലാ സ്ത്രീകളും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും, എനിക്കത് അറിയാമേ. എങ്കിലും കുറച്ച് സമയം വേണമല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഇന്ന് 28-ാം തീയതി, ഞാൻ 1-ാം തീയതി വരാം. അപ്പോഴേക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കും. എന്താ ഉം. മാധവ, ഈ കാര്യത്തിൽ എന്നെ സഹായിക്കേ. ഈ ബിസിനസ്സിൽ രക്ഷപ്പെട്ടാൽ ഞാൻ നിന്നെ 25% പാർട്ട്ണറാക്കാം. ശരി നാനാജി, ഞങ്ങൾ ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ആയിക്കോട്ടെ. താങ്കൾ ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ട ആ, വേണ്ട അതെ, വേണ്ട, അതെ. വേണ്ട. ഇനി അതെ. കുറെ കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പൊ പുതിയ ബിസിനസ് അല്ലേ, സമയം തീരെയില്ല. അടുത്ത തവണ വരുമ്പോൾ വയറ് നിറച്ചുണ്ണാം. ശരി, പോട്ടെ. അത് ശരി. പക്ഷേ ഒരു കാര്യം ചേച്ചി, ആ സംഘത്തിന്റെ കാര്യം വേഗം ചെയ്യണേ. എല്ലാ ജോലികളും തീർത്തിട്ടല്ലേ വന്നിരിക്കുന്നത്. അതെ. പോകാൻ തിടക്കമൊന്നുമില്ലല്ലോ. സുശീല തന്നെ 4 സ്ത്രീകളെ സംഘടിപ്പിച്ചു. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അവരുടെ അപ്രൈസർ റിപ്പോർട്ട് നല്ലതായിരുന്നതുകൊണ്ട് അവർക്ക് 75,000 രൂപയുടെ വായ്പ ലഭിച്ചു. അതവർ നാനയ്ക്ക് കൊടുത്തു. ആദ്യമൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ ഗഡു അടച്ചു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതെ, ഞാനൊന്ന് പറയട്ടെ. ഉം. നാനാബായി ഇതുവരെ വന്നിട്ടില്ല. നാളെ ഗഡു അടയ്ക്കേണ്ടതാണ്. അതെ, വരുമെന്ന്. ബിസിനസ്സിൽ ചില ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകും. നീ വിഷമിക്കാതിരിക്കേ. ഒരു ചപ്പാത്തി കൂടി താ. അല്ല, അയാൾ വന്നില്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് പൈസ അടയ്ക്കും? അതെങ്ങനെ വരാതിരിക്കും? ഇന്ന് വരെ അയാൾ വാക്ക് പാലിച്ചിട്ടില്ലേ? പിന്നെ കഴിഞ്ഞ 3 മാസത്തെ ഗഡു അടച്ചിട്ടുമുണ്ടല്ലോ. ഹാ, അടച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം വളരെ വൈകിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടി. ഞാനൊന്ന് പറയട്ടെ, ഉം. നിങ്ങളൊന്ന് ഫോൺ ചെയ്യൂന്നേ. നിങ്ങൾ ഈ സ്ത്രീകളുണ്ടല്ലോ, എപ്പോഴും പരിഭ്രമിച്ചുകൊണ്ടിരിക്കും. ശരി, ആഹാരം കഴിച്ചിട്ട് ഫോൺ ചെയ്യാം. അതൊപ്പം തന്നെ ചെയ്യണോ? ആ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്.
ആദ്യം ആഹാരം കഴിക്കൂ, എന്നിട്ട് ഫോൺ ചെയ്താൽ മതി. ആ, ഉം. ആ ആ ശരി 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 വെക്കട്ടെ. എന്തായി? ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ കാര്യം. ബിസിനസ് കാര്യത്തിനായി ഞാൻ പൂനെയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ തങ്ങിയിരിക്കുകയാണ്. ആ, നാളെ തിരിച്ചെത്തുമല്ലേ? ഇല്ല, ഏതാണ്ട് 3-4 ദിവസം എടുക്കും. 3-4 ദിവസമോ? ഉം. അപ്പൊ നാളെ പൈസ ആരടയ്ക്കും? നീ എന്തെങ്കിലും ചെയ്യേ. നമ്മുടെ സംഘത്തിലെ സ്ത്രീകളുമായി സംസാരിക്ക്. അവരെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ വരും, ഗഡു അടയ്ക്കും. എന്നാ ശരി, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഒരു മാസത്തിന് ശേഷം അതെ, ഉം. ആ നാനാബായിയുമായി സംസാരിച്ചുവോ? അത് 2-3 ദിവസമായി ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ഫോൺ കിട്ടുന്നില്ല. എന്തായാലും ഗഡു അടയ്ക്കാൻ 2-3 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. നോക്ക്, നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കുന്നു. ശരി, ചെയ്യാം. എന്തു പറ്റി? തുടർച്ചയായി ഔട്ട് ഓഫ് കവറേജ് ഏരിയ, ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, എനിക്ക് തോന്നുന്നത് തീർച്ചയായും എന്തോ പ്രശ്നമുണ്ടെന്നാണ്. ഞാനെന്താ പറയണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരിട്ട് നാരാബായുടെ വീട്ടിൽ പോയി നോക്കുന്നു. നീ പറഞ്ഞതാ ശരി. ഇന്നീ ജോലി ചെയ്യട്ടെ. ഉം. നാളെ നാനാബായിയുടെ ഗ്രാമത്തിലേക്ക് പോകാം. ആഹാ, എന്തു പറ്റി? നാനാബായിയെ കണ്ടോ? ഗഡു അടയ്ക്കാൻ പൈസ തന്നു അല്ലേ? തന്നില്ലേ? ആ ആള് തന്നെ നേരിട്ട് വന്ന് തരുമല്ലേ? കടയോ? ഈ കള്ളൻ എവിടെയാ സ്വന്തം കട? അതെ, എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലും പറയൂന്നേ. എന്റെ ദൈവമേ, എന്തു പറ്റി? എന്താ കാര്യം? സുശീല, നമ്മൾ വഞ്ചിക്കപ്പെട്ടു സുശീല. എന്നുവെച്ചാ? ആ ഞാൻ 1-ാം നമ്പർ കള്ളനാണ് സുശീല. അതെ, അയാള് ചീട്ട് കളിച്ച് പണമെല്ലാം തൊലച്ചു. ആർക്കും അറിയില്ല ഇപ്പൊ എവിടെയാന്ന്. അയാൾ തുണിയുടെ ഒന്നും ബിസിനസ് തുടങ്ങിയിട്ടില്ല. അയാൾ ചീട്ട് കളിച്ചും കുടിച്ചും പണമെല്ലാം നഷ്ടപ്പെടുത്തി. അയാൾ ധാരാളം ആളുകളെ വിഡ്ഢിയാക്കി. ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്റെ ദൈവമേ, നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് മഹാ കഷ്ടമായി പോയി മാഡം. മാഡം, പിന്നെ സുശീൽ എന്ത് ചെയ്തു? ആ പാവം എന്ത് ചെയ്യും? അവൾ ശരിക്കും വഞ്ചിക്കപ്പെട്ടു പോയി. കമ്പനിക്ക് അവളുടെ സഹാനുഭൂതി ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കമ്പനി അവൾക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കൂടുതൽ അവധി നൽകിയിരുന്നു. പക്ഷേ സംഘത്തിലെ മറ്റു സ്ത്രീകൾ പണം തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റില്ല. സുശീലയുടെ കയ്യിലുള്ളതെല്ലാം വിറ്റ് വായ്പ തിരിച്ചടയ്ക്കേണ്ടി വന്നു. ഇതുപോലെ ചില തെറ്റായ തീരുമാനം കൊണ്ട് പല അംഗങ്ങൾക്കും നഷ്ടമുണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ സെക്ടറിനും പേരുമോശം ഉണ്ടായിട്ടുണ്ട്. മാഡം ജി, ഒരു കാര്യം ചോദിക്കട്ടെ? ദേഷ്യപ്പെടില്ലല്ലോ? ഇല്ലില്ല. എന്ത് ചോദിക്കണോ ധൈര്യമായി ചോദിച്ചോളൂ. നോക്ക്, ഈ പറഞ്ഞ കാര്യത്തിലെല്ലാം വാങ്ങുന്നവന്റെ ഭാഗത്ത് തെറ്റുണ്ട്, എന്നാ കമ്പനിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലേ? അതെങ്ങനെ പറയാൻ പറ്റും ലക്ഷ്മി ചേച്ചി? ഒന്നാമതായി ആവശ്യത്തിൽ കൂടുതൽ കടമെടുത്തു. പിന്നെ കമ്മീഷന്റെ കൊതിമൂത്ത് സ്വന്തം പേരിൽ കടമെടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തു. ഇതിൽ കമ്പനിയുടെ തെറ്റെന്താ? ഉപഭോക്താവിന്റേതാണ് തെറ്റ്. നിൽക്കു സുരേഷ്, നിങ്ങൾ പറയൂ ലക്ഷ്മി ചേച്ചി. നിങ്ങളുടെ കാര്യം വ്യത്യസ്തമാണ് മാഡം ജി. പക്ഷേ ഈ കമ്പനിക്കാര് വന്ന് ഞങ്ങളുടെ പിന്നാലെ കൂടുകയാണ്. സംഘമുണ്ടാക്കുക, വായ്പ കിട്ടും, സംഘമുണ്ടാക്കൂ, കമ്മീഷൻ കിട്ടും. പിന്നെ അവരുടെ ഏജന്റും വരുന്നുണ്ട്. ഈ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ പിന്നാലെ കൂടുകയാണ്. ഈ കാര്യം തികച്ചും ശരിയാണ്. പമ്പരം പോലെ മൂളിക്കൊണ്ടേയിരിക്കും. തല ശരിക്കും തിരിഞ്ഞു പോകും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആരും ചിന്തിക്കും, എന്തായാലും പൈസ വാങ്ങാം, ബാക്കിയുള്ള കാര്യം പിന്നെ നോക്കാം. നിങ്ങൾ പറഞ്ഞത് തികച്ചു ശരിയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കേവലം ഉപഭോക്താവിന്റെ മാത്രം തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്കറിയാം, കമ്പനിയുടെ ആളുകൾ വേണ്ട വിധത്തിൽ അന്വേഷണങ്ങൾ നടത്താതെയും ടാർഗറ്റ് പൂർത്തിയാക്കാൻ പെട്ടെന്ന് വായ്പ നൽകുന്നുണ്ട്. ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്. മേഡം പറയട്ടെന്ന്.
ആളുകൾക്ക് തോന്നുന്നത് എന്താ, എത്ര വലിയ കമ്പനിയാണ്, ഒന്നും തന്നെ ചെയ്യാതെ എത്ര പെട്ടെന്നാണ് വായ്പ തന്നത്, അതും നമ്മുടെ വീട്ടിൽ വന്നിട്ട്. പക്ഷെ ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ പെട്ടെന്ന് വായ്പ തരുന്നതിന്റെ പിന്നിൽ ഉപഭോക്താക്കളുടെ നന്മയല്ല ലക്ഷ്യം, മറിച്ച് ഏജന്റുമാരുടെയും കമ്പനിയുടെയും പെട്ടെന്നുള്ള വളർച്ചയാണ്. അല്ലാതെ പിന്നെന്താ, അവർക്ക് ഗുണമില്ലെങ്കിൽ പിന്നെ എന്തിന് ഞങ്ങളുടെ അടുത്ത് വരണം? ഞങ്ങൾ ഇതുവരെ ആവശ്യമില്ലാതെ വായ്പയൊന്നും എടുത്തിട്ടില്ല. ഇനി അടച്ചു തീർക്കാവുന്നത്ര വായ്പ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞങ്ങളെ ഒരാൾക്കും പറ്റിക്കാൻ സാധിക്കില്ല. ഹാ, അങ്ങനെ തന്നെയാ വേണ്ടത്. മാഡം, ക്രെഡിറ്റ് ബ്യൂറോയെ കുറിച്ച് പറയൂ. അത് ശരി, അത് പറയാൻ മറന്നുപോയി. നമ്മുടെ നാട്ടിലും ക്രെഡിറ്റ് ബ്യൂറോവിന്റെ പ്രവർത്തനം ഉടനെ തുടങ്ങുന്നതാണ്. അതിന് അർത്ഥം ഇത് വല്ല പുതിയ ഫൈനാൻസ് കമ്പനി അങ്ങാനുമാണോ? കമ്പനി എന്ന് തന്നെ പറയാം, പക്ഷേ ഫൈനാൻസ് കമ്പനി പോലുള്ള കമ്പനിയല്ല. പിന്നെ ഈ കമ്പനി എല്ലാ ഫൈനാൻസ് കമ്പനികളുടെ ഉപഭോക്താക്കളുടെ വിവരങ്ങളും സൂക്ഷിക്കുന്നു. അവരുടെ പേര്, ഗ്രാമം, വിലാസം, ഏത് കമ്പനിയിൽ നിന്ന് എത്ര ലോൺ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ബാക്കിയുണ്ടോ, സമയത്തിന് ഗഡു അടയ്ക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം. പക്ഷെ ഇതൊന്ന് പറയൂ, അവർക്ക് എങ്ങനെയാ ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്? നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. നമ്മുടെ നാട്ടിലെ എല്ലാ ബാങ്കുകളും ഫൈനാൻസ് കമ്പനികളും ഉപഭോക്താക്കളുടെ എല്ലാ വിവരങ്ങളും ഈ ബ്യൂറോവിന് അയച്ചു കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഏതെങ്കിലും ബാങ്ക് അല്ലെങ്കിൽ ഫൈനാൻസ് കമ്പനിയുടെ ഉപഭോക്താവാകുന്നത്, നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ക്രെഡിറ്റ് ബ്യൂറോവിന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നതാണ്. അതിശയം തന്നെ, എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിലോ? ബട്ടൺ അമർത്തിയാൽ അവരുടെ എല്ലാ കഥകളും പുറത്തേക്ക്. തീർച്ചയായും. പക്ഷെ ഇത് മാത്രമല്ല, നിങ്ങളുടെ ക്രെഡിറ്റ് നല്ലതായിരുന്നാൽ, അതായത് നിങ്ങൾ സമയത്തിന് വായ്പ തിരിച്ചടച്ചാൽ, മറ്റൊരു കാര്യത്തിലും തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് വലിയ തുക കുറഞ്ഞ പലിശയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അതായത് ഞങ്ങളെ പോലുള്ള നല്ല ആളുകൾക്ക് ഇതിന്റെ ഗുണം കിട്ടും. തികച്ചും ശരിയാണ് പറഞ്ഞത്. ഇനി പറയൂ, ആരെങ്കിലും ഏതെങ്കിലും ബാങ്കിന്റെ അല്ലെങ്കിൽ ഫൈനാൻസ് കമ്പനിയുടെ വായ്പ തിരിച്ചടച്ചില്ലെങ്കിലോ? അതുകൊണ്ടെന്താ, ആ പുരുഷനും സ്ത്രീക്കും മറ്റൊരു കമ്പനിയിൽ നിന്നും അഥവാ ബാങ്കിൽ നിന്നും വായ്പ ഒരിക്കലും കിട്ടില്ല. ഇത് വളരെ നന്നായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ചില തെമ്മാടികൾ ഒരു കമ്പനിയിൽ നിന്നും വായ്പ എടുത്ത് മുങ്ങിക്കളയും, മറ്റൊരിടത്തുനിന്നും ചെന്നും അവിടുന്ന് മുങ്ങിക്കളയും. ഇത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കും. ഇനി കേൾക്കൂ, എല്ലാ കമ്പനികളും ബാങ്കുകളും ഉപഭോക്താക്കളുടെ വിവരം ക്രെഡിറ്റ് ബ്യൂറോയെ അറിയിക്കേണ്ടതാണ്. നിയമപരമായി ഇത് നിർബന്ധമാണ്. ഇക്കാര്യം വളരെ നന്നായി. ഇതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അങ്ങനെ സംഭവിക്കാനേ പാടില്ല. അവസാനമായൊരു കാര്യം പറയാം. വായ്പ എടുക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ വായ്പ എടുക്കൽ, ആവശ്യമില്ലാതിരുന്നിട്ട് കൂടി കേവലം കമ്മീഷനു വേണ്ടി സ്വന്തം പേരിൽ ലോൺ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കൽ, അത് സമയത്തിന് അടയ്ക്കാതിരിക്കുക, ഇതെല്ലാം തെറ്റാണ്. ഈ വിധത്തിൽ ഏത് കമ്പനികളാണോ നിങ്ങളുടെ ക്ഷേമത്തിനെന്ന പോലെ നടിച്ച് നിങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ വാഗ്ദാനം ചെയ്യുന്നത്, അത്തരം കമ്പനികളെ നിങ്ങൾ അകറ്റി നിർത്തണം.